ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് അവലും 2 മുട്ടയും കൊണ്ട് നല്ലൊരു അടിപൊളി സ്നാക്സും ഡിന്നറായിട്ടും ലഞ്ചിനും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി നമുക്ക് തയ്യാറാക്കാം കേട്ടോ. ഷുഗർ ഉള്ളവർക്കും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ അത് ചെയ്യാനായിട്ട് ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളിയും കൂടെ ഇട്ടതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് 2 വറ്റൽ മുളക് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ എരിവിനനുസരിച്ച് നമുക്ക് മുളകിൻ്റെ എണ്ണം കൂട്ടിയൊക്കെ കുറച്ചൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2 വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നല്ലോണം ഇതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. നമ്മൾ നല്ലോണം ഒന്നും അരച്ചെടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയേ. അപ്പോൾ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം. അപ്പോൾ അതാ തേങ്ങ ഇതേപോലെ നല്ലോണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാമേ. അപ്പം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഷുഗർ ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ലഞ്ചിനോടൊപ്പം ഒരു സൈഡ് ഡിഷായിട്ട് വേണമെങ്കിലും ഇത് കഴിക്കാം. അല്ലാതെ നമുക്ക് നല്ലൊരു ലഞ്ച് റെസിപ്പി, ചോറൊക്കെ ഒഴിവാക്കുന്നവർക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയതിന് ശേഷം ഇതേപോലത്തെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി തയ്യാറാക്കി കഴിക്കാം കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും വൈകുന്നേരം ഡിന്നറിനാണെങ്കിലും നല്ലൊരു റെസിപ്പിയാണ്, നല്ല ഹെൽത്തിയാണ്. അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു വറ്റൽമുളക് 2ആയിട്ട് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് കടുകൊക്കെ നല്ലോണം ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ. അപ്പോൾ അത് കടുകൊക്കെ നല്ലോണം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാമേ. അപ്പോൾ ഞാൻ ഇവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്കൊരു 2-3 മുട്ട വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പൊട്ടിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ആ മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ മുട്ടയ്ക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാമേ. ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിത് നല്ലോണം ഒന്ന് നമ്മൾ തോരനൊക്കെ ചിക്കിയെടുക്കില്ലേ, അതേപോലെ നമുക്കൊന്ന് ചിക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ ചേരുന്നത് കൊണ്ടും അവലൊക്കെ ഉള്ളത് കൊണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടും കേട്ടോ. അവർക്കും ഇതേപോലെ അങ്ങ് തയ്യാറാക്കി കൊടുക്കാമേ. ഇനി അവലെന്ന് പറയുന്നത് നമുക്ക് തിക്കായിട്ടുള്ള അവൽ വേണമെങ്കിലും എടുക്കാം, തിന്നായിട്ടുള്ള അവൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി നല്ല തിക്കായിട്ടുള്ള അവലാണെങ്കിൽ നമ്മൾ അതിലേക്ക് കുറച്ചും കൂടെ ഒന്ന് വെള്ളം ആഡ് ചെയ്ത് നമ്മളൊന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അത് നമ്മൾ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് തിന്നായിട്ടുള്ള അവലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുത്താണ് കേട്ടോ വേവിക്കുന്നത്. ഇനി തിക്കായിട്ടുള്ള അവലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇത് നമ്മൾ തയ്യാറാക്കുന്നതിന് മുമ്പ് അതിലേക്ക് ഒരു മുങ്ങി നിൽക്കാൻ കണക്കിന് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോഴത്തേക്കും ആ വെള്ളമൊക്കെ അവലിലോട്ട് ഒന്ന് പിടിച്ചതിന് ശേഷം അവലൊന്ന് സോഫ്റ്റായി കിട്ടും കേട്ടോ. അപ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റുമേ. അപ്പോൾ തിക്കായിട്ടുള്ള അവലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നേരത്തെ തന്നെ ഒരു കുറച്ച് അത് മുങ്ങി നിൽക്കാൻ കണക്കിന് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം തയ്യാറാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ മുട്ടയൊക്കെ ഞാൻ ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ ഞാൻ തേങ്ങയുടെ കൂട്ട് പൂർണ്ണമായിട്ടും ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതും നമുക്ക് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മുളകിൻ്റെയൊക്കെ പച്ച ചുവ ഒന്ന് മാറി കിട്ടുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാമേ. ഒരു 2 മിനിറ്റ് മതി കേട്ടോ. 2 മിനിറ്റ് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടതിന് ശേഷം നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കേട്ടോ. 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ. അപ്പോൾ അതാ മിക്സ് ചെയ്ത് 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കൂടെ ഇനി മിക്സ് ചെയ്തെടുക്കാം. ഇനി മുട്ട കഴിക്കാത്തവരാണെങ്കിൽ മുട്ട ഇടുന്നതൊന്ന് സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ. മുട്ട ഇടുന്നതൊന്ന് സ്കിപ്പ് ചെയ്തതിന് ശേഷം ബാക്കി റെസിപ്പീസ്, ബാക്കി പ്രൊസീജിയറെല്ലാം അതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി നമുക്കിവിടെ റെഡി ആക്കി കിട്ടും കേട്ടോ.
അപ്പോൾ ഞാൻ എന്താണ് മഞ്ഞൾപ്പൊടി ഇട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അവലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തിന്നായിട്ടുള്ള അവലാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ കുതിർത്തൊന്നും വച്ചിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞു നിങ്ങൾ തിക്കായിട്ടുള്ള അവലാണെങ്കിൽ നല്ലോണം ഒന്ന് കുതിർത്തതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാമേ. അപ്പോൾ ഇതാ വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കാം കേട്ടോ. അപ്പോഴത്തേക്കും ആ കൂട്ടിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ കൂടെ ഇതിലോട്ടൊന്ന് അവലിലോട്ടൊന്ന് പിടിച്ച് കിട്ടുമേ. അപ്പോൾ ഞാൻ 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇവിടെ നല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തുറാന്നിരിക്കുന്ന ഒരു അടിപൊളി അവലും മുട്ടയും കൂടെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനും ഒരു ലഞ്ചായിട്ട് കഴിക്കാനും ഒരു ഡിന്നറായിട്ട് കഴിക്കാനും പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഷുഗറൊക്കെ ഉള്ളവർക്കും വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ കഴിക്കാം. ചോറൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നവർക്ക് ഇതേപോലത്തെ ഒരു റെസിപ്പി മതി കേട്ടോ, വയറ് ഫുള്ളായിരിക്കാനായിട്ട്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റോട് കൂടിയ റെസിപ്പിയാണ്. അപ്പം മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കൂ. മുൻപോട്ടും സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് കയറി കണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ താങ്ക്